ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പേസി. ഇന്ന് നമ്മളൊരു 30 ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബയോളജിയുടെ ക്ലാസ്സാണ് എടുക്കുന്നത്. ബയോളജിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്സിൽ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോശം, കലകൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അതിനുശേഷം നമ്മുടെ ഈ ക്ലാസ് കേൾക്കുക. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഞങ്ങളിടുന്ന ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും അത് നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങളിത് കേൾക്കുന്നുണ്ട്, നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾ അറിയണ്ടേ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് അവയവ വ്യവസ്ഥ എന്താണ് എന്ന് നോക്കാം. കലകൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനെയാണ് അവയവം എന്ന് പറയുന്നത്. കലകൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനെയാണ് അവയവം എന്ന് പറയുന്നത്. അവയവങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതിനെ അവയവ വ്യവസ്ഥ എന്ന് പറയുന്നു. അവയവങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതിനെ അവയവ വ്യവസ്ഥ എന്ന് പറയുന്നു. വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു ജീവി. തുടർച്ചയായ വിഭജനത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഫലമായി കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നത് സങ്കീർണ ഘടനയുള്ള ജീവശരീരം എന്ന് പറയുന്നു. തുടർച്ചയായ വിഭജനത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഫലമായി കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നത് സങ്കീർണ ഘടനയുള്ള ജീവശരീരം എന്ന് പറയുന്നു. അപ്പോൾ കലകൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനെ അവയവമെന്നും അവയവങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതിനെ അവയവ വ്യവസ്ഥ എന്നും പറയുന്നു. ഇനി നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചിട്ട് നോക്കാം. മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. അപ്പോൾ ഈ 5 എണ്ണമാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തേതാണ് കണ്ണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനെ ബാഹ്യ കൺപേശികളാണ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിലെ ഒരു പോയിൻറ്റ്സ് പോലും നമുക്ക് വിടാനായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ടുകൾ എഴുതിയെടുക്കുക. കണ്ണിലെ പാളികൾ ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അപ്പോൾ കണ്ണിലെ പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ദൃഢപടലമാണ്, അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയുന്നു. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ബാഹ്യപാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി, അതേപോലെ നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ഏതാണ്? ദൃഢപടലമാണ്. അടുത്താണ് രക്തപടലം, അല്ലെങ്കിൽ കൊറോയിഡ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ മധ്യപാളിയാണ് രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ മധ്യപാളിയാണ് രക്തപടലം, അല്ലെങ്കിൽ കൊറോയിഡ്. ഇതെന്താണ് ചെയ്യുന്നത്? കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളിയാണ് രക്തപടലം. അതായത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രക്തപടലമാണ്. അപ്പോൾ ദൃഢപടലം എന്നായിരുന്നു? നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നു. എന്നാൽ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് രക്തപടലമാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലമാണ്, അല്ലെങ്കിൽ റെറ്റിനയാണ്. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലമാണ്, അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നു. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? റെറ്റിനയാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? റെറ്റിനയാണ്. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ? അത് യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. PSC എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥവും തലകീഴായതുമാണ്. അപ്പോൾ കണ്ണിലെ പാളികളെ കുറിച്ചിട്ട് കിട്ടിയില്ലേ? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. എന്താ ദൃഢപടലം? കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അതേപോലെ നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളിയാണ് ദൃഢപടലം. എന്നാൽ രക്തപടലം ഏതാണ്? രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളി. അതേപോലെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതാണ്? രക്തപടലമാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദൃഷ്ടിപടലമാണ്. അടുത്ത പോയിന്റാണ്
ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൽ മുൻഭാഗത്തുള്ള സുതാര്യവും മുൻപോട്ട് തള്ളിയതുമായ ഭാഗം അറിയപ്പെടുന്നത് കോർണിയ എന്നാണ്. ഇത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നു. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ, ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിളാണ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഐറിസ് ആണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ് പ്യൂപ്പിള്. കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ സീലിയറി പേശികൾ എന്നറിയപ്പെടുന്നു. ഇത് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. കണ്ണിലെ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ സീലിയറി പേശികൾ എന്നറിയപ്പെടുന്നു. ഇത് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. അക്വസറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണം പ്രദാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ ധർമ്മം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. അപ്പോൾ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ അക്വസ് അറയും ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറ വിട്രിയസ് അറയും എന്നും അറിയപ്പെടുന്നു. കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ്? വിട്രിയസ് അറയാണ്. വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള ദ്രാവകം വിട്രിയസ് ദ്രവം എന്നറിയപ്പെടുന്നു. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് ദ്രവം. ഇത് അർദ്ധഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അടുത്ത് നമുക്ക് കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കോൺ കോശവും റോഡ് കോശവും. എന്താണ് റോഡ് കോശം? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശം. ഇത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ്. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശം റോഡ് കോശവും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കോശങ്ങളുമാണ്. ഇനി നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാണ്? കോൺ കോശമാണ്. ഇത് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. അപ്പം നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശം കോൺ കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നതിനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ്. ഇനി റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ ആണ്. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. അപ്പോൾ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിനും കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് അറിയപ്പെടുന്നു. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിറ്റാമിൻ എയിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അടുത്ത പോയിന്റാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണിത്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ്. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അറിയപ്പെടുന്നത് അന്ധബിന്ദു എന്നാണ്. അപ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു എന്നും പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദുവാണ്. ഇത് ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ്. എന്താണ് നേത്രനാഡി? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡി അറിയപ്പെടുന്ന പേരാണ് നേത്രനാഡി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. ലൈസോസൈം, ലൈസോസോം ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകമാണ് ലൈസോസോം. കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകം അറിയപ്പെടുന്നതാണ് ലൈസോസോം. ഈ ലൈസോസൈം കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്.
കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം സിങ്കാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീരുണ്ടാകുന്നത് ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സമഞ്ജനക്ഷമത, വീക്ഷണ സ്ഥിരത ഇവ രണ്ടും എന്താണ് എന്ന് നോക്കാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. എന്താണ് വീക്ഷണ സ്ഥിരത? ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേത്ര വൈകല്യങ്ങളെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം എന്താണ്? നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ഇതിന് കാരണം നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ്. ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. എന്നാൽ ദീർഘദൃഷ്ടി എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റിനെ കാണുമ്പോൾ അടുത്തുള്ള വസ്തു എന്ന് ഓർക്കുമ്പോൾ ഹ്രസ്വദൃഷ്ടിയാണെന്നൊക്കെ ഓർക്കും. അങ്ങനെ ഓർക്കരുത്. അടുത്തുള്ള വസ്തു എന്ന് പറയുമ്പോൾ ദീർഘദൃഷ്ടിയാണ് എന്ന് ഓർക്കുക. അത് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് അറിയപ്പെടുന്നു. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് അറിയപ്പെടുന്നു. ഈ ദീർഘദൃഷ്ടിക്ക് കാരണം എന്താണ്? നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രതിബിംബം പതിക്കുന്ന എവിടെയാണ്? റെറ്റിനയ്ക്ക് പുറകിലാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുടെ ആയിരുന്നെങ്കിൽ റെറ്റിനയ്ക്ക് മുൻപിലായിരുന്നു. ദീർഘദൃഷ്ടിയുടെ ആണെങ്കിൽ റെറ്റിനയ്ക്ക് പിറകിലാണ്. നേത്ര ലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. അങ്ങനെയെങ്കിൽ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ഗ്ലോക്കോമ എന്ന് പറയും. നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയെ ഗ്ലോക്കോമ എന്ന് പറയും. നിശബ്ദനായ കാഴ്ച ശക്തി അപഹാരി എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയാണ്. ഇത് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. എന്താണ് സിറോഫ്താൽമിയ? നേത്രാവരണം കോർണിയായും വരണ്ട ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. അതായത് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഈ സിറോഫ്താൽമിയയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ വർണ്ണാന്തത എന്ന് പറയുന്നു. ഈ ചുവപ്പ്, പച്ച തുടങ്ങിയ നിറങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഈ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ട് ഇത് ഡാൾട്ടനിസം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വർണ്ണാന്തത ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോൺ ഡാൾട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ്. എന്താണ് കോങ്കണ്ണ്? കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാക്കാത്തത് വഴി 2 കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെയാണ് നമ്മൾ കോങ്കണ്ണ് എന്ന് പറയുന്നത്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയെ നമ്മൾ ചെങ്കണ്ണ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാക്കാത്തത് വഴി 2 കണ്ണുകളും ഒരേ ദിശയിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ കോങ്കണ്ണ് എന്ന് പറയുന്നു. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയെ നമ്മൾ ചെങ്കണ്ണ് എന്ന് പറയുന്നു. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയുന്നു. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതിനെ തിമിരമെന്ന് പറയുന്നു. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രൂതനാണ്. ട്രോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണാണ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയെ നമ്മൾ എക്സോഫ്താൽമോസ് എന്ന് പറയുന്നു. എക്സോഫ്താൽമോസ് എന്ന് പറയുന്നു. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി.
ഈ സ്നെല്ലൻ ചാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 6 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976 ഇനി കണ്ണിൻ്റെ വൈകല്യങ്ങളും അവയുടെ പരിഹാര ലെൻസുകളും ഒന്ന് നോക്കാം. ഹ്രസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസാണ്. ദീർഘദൃഷ്ടിക്കാണെങ്കിൽ കോൺവെക്സ് ലെൻസാണ്. വിഷമദൃഷ്ടിക്കാണെങ്കിൽ സിലിണ്ട്രിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസിനെ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നു. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സ് ലെൻസ്, വിഷമദൃഷ്ടിയാണെങ്കിൽ സിലിണ്ട്രിക്കൽ ലെൻസ്, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെൻസുമാണ്. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്സിലെ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടാണ് എടുത്തത്. അതിലെ കണ്ണിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. ബാക്കി നമ്മൾ പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക്